ഐഫർ ഇല്ലായിരുന്നെങ്കിൽ സത്യത്തിൽ മോനെയും വെച്ച് പഠിക്കുന്ന സമയത്ത് ഐഫർ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പം ഞാനായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്ത് ആൻസേഴ്സ് കളക്ട് ചെയ്ത് ആ റീസൺസ് അല്ലെങ്കിൽ അതിന്റെ എക്സ്പ്ലനേഷൻസ് കളക്ട് ചെയ്തതെല്ലാം ഭയങ്കര ടഫായിരിക്കും. അല്ലെങ്കിൽ ഞാനിപ്പോൾ 3-4 മാസത്തിൽ നെറ്റ് കിട്ടിയെങ്കിൽ ഇതിപ്പോൾ 1 വർഷമോ 1.5 വർഷമോ ചിലപ്പോൾ 2 വർഷമോ ഒക്കെ ആയി പോകും. കാരണം ക്വസ്റ്റ്യൻസ് ഇതിനെല്ലാം ടൈം സ്പെൻഡ് ആവും. ഇതിപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ എല്ലാം ഉണ്ട്. റെക്കോർഡഡ് സെഷൻസ് ഉണ്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ആൻസേഴ്സിന്റെ എക്സ്പ്ലനേഷൻസ് ഉണ്ട്. ഞാൻ പഠിച്ചാൽ മാത്രം മതി. പഠിക്കുന്ന രീതിയിൽ നോക്കുമ്പോൾ അത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പഠിച്ചാൽ മാത്രം മതി. ബാക്കി എല്ലാം ഐഫർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഐഫർ അല്ലാതെ വേറെ ഒരു നോട്ട് ഞാൻ എടുത്തിട്ടില്ല, ഒന്നും ഞാൻ റെഫർ ചെയ്തിട്ടില്ല. ഐഫറിൽ എല്ലാം കൊണ്ട് നമ്മൾ ജസ്റ്റ് അതൊന്നും പഠിക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ മെന്റേഴ്സിൻ്റെ അടുത്ത് ചോദിക്കുക. 1-2 മണിക്കൂർ അതിനുള്ളിൽ നമുക്ക് ക്ലാരിഫൈ ചെയ്ത് കിട്ടും. ഞാൻ ആഗ്രഹിച്ച എൻ്റെ പാരൻസ് തന്നെ മെയിനായിട്ട് പറയാം. കാരണം ഞാൻ അസിസ്റ്റന്റ് പ്രൊഫസർ ആവണമെന്ന് ആഗ്രഹിച്ചത് ഞാൻ 8th പഠിക്കുമ്പോഴാണ്. അപ്പോൾ അതിനെൻ്റെ കൂടെ നിന്നത് എൻ്റെ പാരൻസ് ആണ്. ഇപ്പം മാരേജ് നോക്കിയെങ്കിലും ആ സമയത്തും പഠിപ്പിക്കുന്ന ആളെ കൊണ്ടേ കല്യാണം കഴിപ്പിക്കുകയുള്ളൂ എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡ് എടുത്തത് പാരൻസ് ആണ്. അതിൻ്റെ കൂടെ എൻ്റെ സിസ്റ്ററും ബ്രദറും ഉണ്ട്. എല്ലാവരും കൂടി നിന്നാണ് അങ്ങനെ. പാർട്ട്ണറും കല്യാണം കഴിഞ്ഞതിന് ശേഷവും എന്നെ പഠിപ്പിക്കണം എന്നുള്ള ആഗ്രഹത്തിലായിരുന്നു. ഫുൾ സപ്പോർട്ടും എനിക്ക് തന്നിട്ടുണ്ട്. നമ്മുടെ വിജയികളോടുള്ള സംസാരത്തിൽ അടുത്തതായിട്ട് നമ്മൾ സംസാരിക്കുന്നത് തിരുവനന്തപുരം അമ്പലത്തറയിലുള്ള ഷഹാന മുംതാസുമായിട്ടാണ്. ഇപ്രാവശ്യം എക്കണോമിക്സിൽ നെറ്റ് ക്വാളിഫൈ ചെയ്തിട്ടുള്ള എയ്ഫ് ആണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഷഹാന, കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു സർ. ഓക്കെ, സോ ഷഹാന എക്കണോമിക്സിലാണ് ഷഹാന ക്വാളിഫൈ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ എക്കണോമിക്സിൻ്റെ ഒക്കെ കഴിഞ്ഞ 2-3 വർഷത്തെ 2-3 ടേമുകളുടെ ഒരു എക്സാമിനെ സംബന്ധിച്ച് കുട്ടികളൊരു കുറച്ച് ബിറ്റ് കൺഫ്യൂസ്ഡ് ആണ്. കാരണം പാറ്റേണിൽ നല്ല ഡിഫറൻസ് വരുന്നുണ്ട്. ഇപ്പം ഇംഗ്ലീഷിലും എക്കണോമിക്സും ആണ് ഇത്രയധികം ഒരു പാറ്റേൺ ഡിഫറൻസ് വന്നത്. കാരണം എനിക്ക് തോന്നുന്നു 1-2 ടേം കൊണ്ടൊക്കെ ഭയങ്കരമായിട്ട് അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് വരിക, ഓക്കെ, കുറച്ചുകൂടി മാത്തമെറ്റിക്കൽ ആസ്പെക്റ്റിലേക്കുള്ള ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയൊരു സെറ്റ് ഓഫ് എക്കണോമിക്സ് സ്റ്റുഡൻസ് ബിറ്റ് കൺഫ്യൂസ്ഡ് ആണ്. അതായത് ബേസിലേക്ക് പോകണോ, അപ്ലിക്കേഷൻ ലെവലിലേക്ക് പോകണോ, ഏതാണ് നോക്കേണ്ടത്, എവിടെ നിന്നാണ്, എസ്പെഷ്യലി തുടങ്ങുന്ന ആളുകൾ. തുടങ്ങി കുറച്ച് കഴിഞ്ഞ ആളുകൾക്ക് എല്ലാം പഠിക്കാനുള്ള സമയം ഉണ്ടായിരിക്കും. അപ്പോൾ എങ്ങനെ ആയിരിക്കണം ഒരു എൻ്റയർലി ഒരു ഫ്രഷേഴ്സ് ആയിട്ടുള്ള ആളുകൾ എസ്പെഷ്യലി UGC നെറ്റ് എക്കണോമിക്സ് ആസ്പെക്റ്റിലേക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കും നന്നാവുക, അല്ലെങ്കിൽ ഏത് ലെവലിൽ അപ്രോച്ച് ചെയ്യുന്നതായിരിക്കും നന്നാവുക എന്നാണ് ഷഹാനക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്? ഞാൻ പഠിച്ച രീതി എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ് ഏറ്റവും ബേസിൽ നിന്ന് തുടങ്ങി ആപ്ലിക്കേഷൻ ലെവലിലേക്ക് പോകുന്നതായിരിക്കും ബെറ്റർ എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഞാനും അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്, പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. കുറച്ചൊക്കെ റെക്കോർഡഡ് വീഡിയോസ് എല്ലാം കണ്ട് പിന്നെ ടെസ്റ്റിലേക്ക് വന്ന് അങ്ങനെ ആപ്ലിക്കേഷൻ ലെവലിലേക്ക് എത്തുന്നതാണ് എൻ്റെ രീതി. ഓക്കെ, അപ്പോൾ അതിൽ തന്നെ വരുന്ന സമയത്ത് പലർക്കുള്ളൊരു കൺഫ്യൂഷന് PYQ എത്രത്തോളം എഫക്റ്റീവ് ആവുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പാറ്റേൺ ഇങ്ങനെ മാറുമ്പോൾ പുതിയ പാറ്റേൺ അല്ല, ഓൾഡ് PYQ കൊണ്ട് കാര്യമുണ്ടോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട്. അപ്പം ഷഹാനക്ക് PYQ എത്രത്തോളം യൂസ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്? എസ്പെഷ്യലി എക്കണോമിക് സ്റ്റുഡൻസ് PYQ ഏത് രീതിയിൽ അപ്രോച്ച് ആയിരിക്കും നന്നാവും? PYQ മസ്റ്റാണ്. കാരണം ആദ്യം നമ്മൾ റെക്കോർഡഡ് വീഡിയോസ് എല്ലാം കാരണം ജസ്റ്റ് നമ്മളൊരു ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പിൽ ആൻസർ എഴുതാനാണ് നമ്മൾ അതിന് പ്രിപ്പയർ ആകുന്നത്. ആദ്യം നമ്മൾ റെക്കോർഡഡ് വീഡിയോസ് ഒക്കെ കാണുമ്പോൾ അങ്ങനെ അറിയാവും. ക്വസ്റ്റ്യൻസ് എങ്ങനെ ചോദിക്കും എന്ന് മനസ്സിലാക്കണമെങ്കിൽ PYQ തന്നെയാണ് ഇമ്പോർട്ടൻറ്റ്. പാറ്റേൺ മാറിയാലും ആ PYQ എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും എല്ലാം ഇരിക്കുന്നത്. അപ്പോൾ അതായത് എത്രത്തോളം PYQ ചെയ്യുന്നു അത്രത്തോളം PYQ ആസ്പെക്റ്റിലേക്ക് ഓക്കെ അത് നന്നാവും എന്നുള്ളൊരു ആസ്പെക്റ്റാണ് വരുന്നത്. ഓക്കെ നൈസ്. പിന്നെ ഇതിലെ ഈ പ്രിപ്പറേഷൻ ആസ്പെക്റ്റിൽ തന്നെ ഇപ്പോൾ നമ്മളെ സ്റ്റുഡൻസ് ഒക്കെ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഞാനും എപ്പോഴും പറയുന്ന ഒരു സാധനമാണ്, ആളുകൾ നേരിടുന്ന ഒരു പ്രശ്നമാണ് ഇൻകൺസിസ്റ്റൻസി എന്നുള്ളത്. അപ്പോൾ ഇത് കൺസിസ്റ്റൻ്റ് ആവുക എന്നുള്ളത് ഓരോരുത്തർക്കും ഓരോരോ സെറ്റ് ഓഫ് സൊല്യൂഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എങ്ങനെ കൺസിസ്റ്റൻ്റ് ആവണമെന്ന് ഞാൻ ചോദിക്കുന്നില്ല, ബിക്കോസ് ഇറ്റ് വാരീസ് ഫ്രം ആസ്പിറന്റ് ടു ആസ്പിറന്റ്. ഷഹാന എങ്ങനെയാണ് കൺസിസ്റ്റൻ്റ് ആയത്? എങ്ങനെയാണ് അതിന് ശ്രമിച്ചത്? ഞാൻ ഓഗസ്റ്റ് 1 ഇപ്പോൾ ഐഫറിൽ ജോയിൻ ചെയ്തത്. ഞാൻ ഈ ഓഗസ്റ്റ് മുതൽ ഡിസംബർ വരെ എൻ്റെ മെയിൻ പ്രയോറിറ്റി നെറ്റ് എക്സാം ആയിരുന്നു. വേറെ എല്ലാം ഉണ്ട്, എല്ലാം ചെയ്യും, പക്ഷെ മെയിനായിട്ട് പ്രയോറിറ്റി നെറ്റ് എക്സാം ആണ്. എന്ത് ജോലിയിലേക്ക് വന്നാലും തിരിച്ചു പോയി പഠിക്കുക തന്നെയാണ് ചെയ്തത്. എനിക്ക് തോന്നുന്നു ഞാൻ ആകെ 4-5 ദിവസമായിരിക്കും ഫുൾ ഡേ ആയിട്ട് ഈ ടൈമിൽ, ഈ 3-4 മാസത്തിനിടയിൽ ഈ ടൈമിൽ ഞാൻ ഫുൾ ഫ്രീ ആയിട്ട് ഒരു ദിവസം പോലും പഠിക്കാത്തതായിട്ട് 4 ദിവസം എന്തെങ്കിലും കാണും. അതിൽ കൂടുതൽ ദിവസം ഞാൻ അങ്ങനെ പഠിക്കാതിരുന്നിട്ടില്ല. മെയിൻ പ്രയോറിറ്റിയെ നെറ്റിനുള്ള ഈ ഡിസംബർ നെറ്റ് മുൻകൂട്ടി തന്നെയാണ് പഠിച്ചിട്ടുള്ളത്. ഒരു ലക്ഷ്യം വെച്ച് പഠിക്കുക. ഓക്കെ, അതായത് എനിക്ക് തോന്നുന്നത് ഞാനിപ്പോൾ റീസെൻ്റ്ലി കുട്ടികളോട് പറയാറുണ്ട്, ഈ 21st സെഞ്ച്വറിയിലൊക്കെ ഇപ്പം ഈ കോണ്ടന്റ് ഭയങ്കര അവൈലബിൾ ആയ കാലത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പ്രയോറിറ്റൈസേഷൻ എന്നുള്ളതാണ്. നമുക്ക് പ്രോപ്പർലി കരിയർ ആവട്ടെ, പഠനമാവട്ടെ, ചോയ്സ് ആവട്ടെ, പ്രയോറിറ്റൈസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പം എനിക്ക് മനസ്സിലാവുന്ന ഷാന പറഞ്ഞതിൽ നിന്നും വൺസ് നെറ്റ് എക്സാം ആണ് നമ്മളെ പ്രയോറിറ്റി എന്ന് തീരുമാനിച്ചാൽ സത്യം പറഞ്ഞാൽ പിന്നെ അവിടെ കൺസിസ്റ്റൻ്റ് ആണോ ഇൻകൺസിസ്റ്റൻ്റ് ആണോ എന്നുള്ളൊരു ചോദ്യത്തിന് തന്നെ ഒരു പ്രസക്തി ഇല്ല.
ഓക്കെ. അപ്പൊ ശരിക്ക് പോകുകയാണെങ്കിലും തിരിച്ചു വന്നിരുന്ന് നെറ്റിന് വേണ്ടിയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ അതായത് പ്രോപ്പർ പ്രിയോറിറ്റൈസേഷനിൽ വരുന്ന ഫെയിലിയർ ആയിരിക്കും കൺസിസ്റ്റൻസിയുടെയും ഫെയിലിയർ. ഓക്കെ, ആ ഒരു ആസ്പെക്ട് ആണെന്ന് തോന്നുന്നു. ഓക്കെ, ഷഹാന, നമ്മൾ പറഞ്ഞൊരു കാര്യം, ഇപ്പോൾ ഓരോരുത്തർ ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഓരോരോ സിറ്റുവേഷനിലായിരിക്കും. അപ്പോൾ നമ്മളെ ഇൻ്റർവ്യൂകളുടെ ഒക്കെ ഒരു മെയിൻ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ സിറ്റുവേഷനായിട്ട് സിമിലർ ആയിട്ടുള്ള സിറ്റുവേഷനിൽ ആളുകളുണ്ടാവും. അപ്പോൾ അവർക്ക് നമ്മളുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ആ കണക്ട് ചെയ്യാൻ പറ്റുന്നത് പിന്നീട് അവരെ ഭയങ്കര ഇൻസ്പിറേഷൻ ആവും. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഷഹനയുടെ സിറ്റുവേഷനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് ഇഫ്രൈറ്റ്സ് ഒക്കെ, ഇനി ഇഫ്രൈറ്റ്സ് അല്ലാത്ത ആളുകളും ഈ ചെറിയ കുട്ടിയുമായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ആസ്പെക്റ്റുകൾ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ പലരും ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഇത് മാനേജ് ചെയ്യുന്നത്, എങ്ങനെയാണ് ജയിച്ചവരിത് മാനേജ്. എസ്പെഷ്യലി ഞാൻ മനസ്സിലാക്കുന്നത് ഒരു സീരിയസ് മോഡ് ഓഫ് പ്രിപ്പറേഷനിൽ മോനൊരു 6 months to 1 year ആ ഒരു സ്റ്റേജിലൊക്കെ ആയിരിക്കും നിങ്ങളൊരു സീരിയസ് മോഡ് ഓഫ് പ്രിപ്പറേഷൻ എന്നാണ് മനസ്സിലാക്കുന്നത്. അറൗണ്ട് വൺ ഇയർ വാട്ടവർ. അപ്പം എങ്ങനെയായിരുന്നു ആ ഒരു പ്രിപ്പറേഷൻ സ്റ്റേജ്, എങ്ങനെയായിരുന്നു എന്നുള്ളതിനേക്കാളേറെ എങ്ങനെയാണ് മാനേജ്മെൻറ്റ് നടന്നത്? കാരണം ഞാനിപ്പം ബേസിക്കലി നമ്മളൊരു സിസ്റ്റം പ്രകാരമായിട്ട് മക്കളെ നോക്കുക എന്നുള്ളത് പാരൻസിൻ്റെ റെസ്പോൺസിബിലിറ്റി ആണെങ്കിൽ പോലും നമ്മുടെ ഒരു സോഷ്യൽ സിസ്റ്റത്തിൽ മദറിനാണ് അതിൽ ബേസിക്കലി കൂടുതൽ അതിൽ ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നുണ്ട്. ഓക്കെ, ടൈം സ്പെൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല പാരൻസും പല ചെറിയ കുട്ടികളുടെ അമ്മമാരൊക്കെ ചോദിക്കാറുണ്ട് എങ്ങനെ മാഷെ ബാക്കിയുള്ളവർ പഠിച്ചിട്ടുണ്ടായിരുന്നത്, എങ്ങനെ ഒരു മാനേജ് ചെയ്തത്. കാരണം അതിൽ പലപ്പോഴും ഒരു ഗിൽറ്റ് ഫാക്ടർ വരുന്നുണ്ട്. പഠിക്കുന്ന സമയത്ത് ഞാൻ മോൻ്റെ ടൈമാണല്ലോ, ഓക്കെ മോൻ്റെ ടൈം പഠിക്കും, ഹൗ യു മാനേജ് ഇറ്റ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളോട് എന്താണ് പറയുന്നത്? എനിക്ക് സപ്പോർട്ടായിട്ട് പാരൻസ് ഉണ്ടായിരുന്നു. ഞാൻ ഉമ്മാരെ കയ്യിലൊക്കെ കൊടുത്തിട്ടാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. പക്ഷേ നമ്മൾ ഗിൽറ്റിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി എനിക്കുണ്ടായിരുന്നു ഗിൽറ്റ്. മോനെ ആക്കിയിട്ട് പോകുമ്പോൾ എനിക്കും ഗിൽറ്റ് ഉണ്ടായിരുന്നു. മോന് വേണ്ടി തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. മോന് വേണ്ടി തന്നെയാണ്, നമ്മൾ മാറിപ്പോയിരിക്കുകയാണ്, പഠിക്കുകയാണ്, അതും മോന് വേണ്ടി തന്നെയാണ്. അവരാണല്ലോ നമ്മൾ പഠിക്കുന്നതിലൂടെ ഒരുപാട് ഗുണം കിട്ടുന്നത് അവർക്ക് തന്നെയാണ്. മോന് വേണ്ടി തന്നെയാണെന്ന് മനസ്സിലാക്കുക. അതായത് നമ്മൾ ജസ്റ്റ് ആ നോഷൻ അങ്ങ് മാറ്റുക. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ഞാനും കുട്ടികൾ സെൽഫിഷ് ആയിട്ട് എനിക്ക് വേണ്ടിയല്ല ഞാൻ പഠിക്കുന്നത്, മോന് വേണ്ടി കൂടി തന്നെയാണ്. അതായത് ഇപ്പൊ ഞാൻ പഠിച്ചു, ഞാൻ നെറ്റ് ക്വാളിഫൈ ചെയ്യുന്നു, ഞാൻ JRF ക്വാളിഫൈ ചെയ്യുന്നു, ഞാൻ നല്ല പൊസിഷൻ എത്തുന്നു, ഞാൻ ഫൈനാൻഷ്യലി കൂടുതൽ സ്റ്റേബിൾ ആവുന്നു, പവർഫുൾ ആവുന്നു. ഡെഫിനറ്റ്ലി അതിൻ്റെ ഒരു ബെനിഫിറ്റ് നമ്മുടെ മക്കൾക്ക് കൂടിയാണ് നമുക്കത് ഉണ്ടാവാൻ പോകുന്നത്. എൻ്റെ ആ ഒരു ആസ്പെക്റ്റിലേക്കാണ്. ഇതുപോലെ തന്നെ നമുക്ക് പലപ്പോഴും ഫീൽ ചെയ്യുന്ന ഒരു സാധനമാണ് ഈ ഒരു സിസ്റ്റത്തിൽ, ഈ പ്രിപ്പറേഷൻ സിസ്റ്റത്തിൽ എസ്പെഷ്യലി നമ്മളൊരു സോഷ്യൽ സിസ്റ്റം വെച്ച് നോക്കുമ്പോൾ പാരൻസിനെ സംബന്ധിച്ച്, മദേഴ്സിനെ സംബന്ധിച്ചൊക്കെ ഈ സപ്പോർട്ട് സിസ്റ്റം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഷഹാനക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്? അത് ഞാൻ ചോദിക്കാനുള്ള കാരണം, എങ്ങനെയാണ് സപ്പോർട്ട് സിസ്റ്റം വർക്ക് ചെയ്യേണ്ടത്? കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ പല ഇഫ്രൈറ്റ്സിൻ്റെ വീട്ടിലൊക്കെ എത്തുന്ന സമയം, അല്ലെങ്കിൽ ഇഫ്രൈറ്റ്സോട് സംസാരിക്കുന്ന സമയത്തൊക്കെ അവർക്ക് പലപ്പോഴും ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാ പാരൻസിനും എല്ലാ പാർട്ട്നേഴ്സിനും സ്വന്തം പാർട്ട്ണറെ മക്കളെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ഒരു ജയിക്കണം തന്നെയാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ പല സ്ഥലങ്ങളും ആ സപ്പോർട്ട് സിസ്റ്റം പോസിറ്റീവായിട്ടുള്ള വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ വാട്ട് അബൌട്ട് ദാറ്റ് സപ്പോർട്ട് സിസ്റ്റം ആൻഡ് ഹൗ ദാറ്റ് സപ്പോർട്ട് സിസ്റ്റം ഹാസ് ടു ബി ഫങ്ഷൻ? ഷഹാനൊക്കെ എന്താണ് ഫീൽ ചെയ്തത്? ഇപ്പോൾ പാരൻസ് ആണെങ്കിലും പാർട്ട്നേഴ്സ് ആണെങ്കിലും ആരാണോ സപ്പോർട്ട് ചെയ്യുന്നത് അവർ കൂടെ നിൽക്കുക. മീൻസ് കുഞ്ഞിനെ നോക്കുക, കുഞ്ഞ് പ്രയോറിറ്റി കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ആ പഠിക്കുന്നവർക്ക് പ്രയോറിറ്റി കൊടുക്കുക. അവർ പഠിക്കുകയാണ്, അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. ഇപ്പം മോൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് പോയിരുന്ന് പഠിക്കുക എന്ന് പറയുന്നതിനേക്കാളും പഠിക്കാനായിട്ടൊരു ഇത് കൊടുക്കുക. മീൻസ് പഠിച്ചിട്ട് ഇത് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഞങ്ങൾ അതിന് പകരം ചെയ്തോളാം എന്നുള്ള ഒരു ഹെൽപ്പ് കൊടുക്കുക. ഓക്കെ, അവിടെ എനിക്ക് തോന്നുന്നു നമ്മൾ നേരത്തെ പറഞ്ഞൊരു പോയിന്റ് തന്നെയാണ് തോന്നുന്നു, പ്രിയോറിറ്റൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക അല്ലേ? ഓക്കെ, അതായത് ആ ഒരു സ്ട്രക്ചറിലേക്ക് നമ്മൾ പ്രിയോറിറ്റൈസ് ചെയ്യുക, ആ ഒരു പ്രോസസ്സിലേക്ക് വരാനുള്ള ഒരു സപ്പോർട്ടാണ് വേണ്ടത്. ഓക്കെ, ബാക്കി നമുക്ക് തന്നെ പഠിക്കാൻ പറ്റും. ഓക്കെ, നമ്മളെ സപ്പോർട്ട് സിസ്റ്റവും നമ്മുടെ കൂടെ പ്രയോറിറ്റി കൊടുക്കണം. നമ്മുടെ എക്സാമിന് ഒരു പ്രയോറിറ്റി കൊടുക്കണം. ഓക്കെ, പ്രിപ്പയർ ചെയ്യാണ്, അപ്പൊ അതിനുള്ള ഒരു പ്രയോറിറ്റി കൊടുക്കണം. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരും പ്രയോറിറ്റി കൊടുക്കണം. ഓക്കെ, ആ ഒരു ആസ്പെക്റ്റിലേക്ക് ഷഹാനയുടെ ഒരു പ്രിപ്പറേഷൻ ജേണിയിൽ ഐഫർ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു, എത്രത്തോളം ഒരു യൂസ്ഫുൾ ആയിരുന്നു? ഐഫർ ഇല്ലായിരുന്നെങ്കിൽ, സത്യത്തിൽ മോനെയും വെച്ച് പഠിക്കുന്ന സമയത്ത് ഐഫർ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പം ഞാനായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്ത്, ആൻസേഴ്സ് കളക്ട് ചെയ്ത്, ആ റീസൺസ് അല്ലെങ്കിൽ അതിൻ്റെ എക്സ്പ്ലനേഷൻസ് കളക്ട് ചെയ്തതെല്ലാം ഭയങ്കര ടഫായിരിക്കും. അല്ലെങ്കിൽ ഞാനിപ്പോൾ 3-4 മാസത്തിൽ നെറ്റ് കിട്ടിയെങ്കിൽ ഇതിപ്പോൾ 1 വർഷമോ 1.5 വർഷമോ ചിലപ്പോൾ 2 വർഷമൊക്കെ ആയിപ്പോകും. കാരണം ക്വസ്റ്റ്യൻസ് ഇതിനെല്ലാം ടൈം സ്പെൻഡ് ആവും. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ എല്ലാം ഉണ്ട്. റെക്കോർഡഡ് സെഷൻസ് ഉണ്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ആൻസേഴ്സിൻ്റെ എക്സ്പ്ലനേഷൻസ് ഉണ്ട്. ഞാൻ പഠിച്ചാൽ മാത്രം മതി. പഠിക്കുന്ന രീതിയിൽ നോക്കുമ്പോൾ അത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. പഠിച്ചാൽ മാത്രം മതി, ബാക്കി എല്ലാം ഐഫർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഐഫർ അല്ലാതെ വേറെ ഒരു നോട്ട് ഞാൻ എടുത്തിട്ടില്ല, ഒന്നും ഞാൻ റെഫർ ചെയ്തിട്ടില്ല. ഐഫറിൽ എല്ലാം കൊണ്ട് നമ്മൾ ജസ്റ്റ് അതൊന്നും പഠിക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ മെൻറ്റേഴ്സിൻ്റെ അടുത്ത് ചോദിക്കുക, 1-2 മണിക്കൂർ അതിനുള്ളിൽ നമുക്ക് ക്ലാരിഫൈ ചെയ്ത് കിട്ടും.
ഓക്കെ ഓക്കെ, അതാണ് അതായത് ആ പ്രിപ്പറേഷൻ, ആ ഒരു ജേണിയിലേക്ക് അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആസ്പെക്റ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ എപ്പോഴും പല ഐഫേഴ്സിനോടും ചോദിക്കാറുണ്ട്, അപ്പോൾ നമ്മൾ ഓരോരോ പൊസിഷനിൽ എത്തുന്ന സമയത്തും ദൈഫറിനെ കുറിച്ചിട്ടുള്ള ചോദ്യമല്ല കേട്ടോ, അല്ലാതെ പറയാനുള്ളതാണ്, ഓക്കെ, കൺഫ്യൂസ്ഡ് ആവാതിരിക്കാനാണ്. നമ്മൾ ഓരോരോ വിജയങ്ങളും ഒരുപാട് ആളുകളുടെ വിയർപ്പുകളാണ്. ഓക്കെ, അത് നമ്മളെ ഫാമിലി ആവാം, നമ്മളെ ടീച്ചേഴ്സ് ആവാം, നമ്മളെ ഈ ലെവലിൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഫ്രണ്ട്സ് ആവാം, മറ്റു പല ആസ്പെക്റ്റുകളാവാം. അപ്പം ഷഹാനയുടെ വിജയം, ഈ വിജയം എന്ന് പറയുമ്പോൾ ഒരു സബ്ജക്റ്റിൽ, ഒരു കമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ ആസ്പെക്റ്റിൽ ഇന്ത്യയിൽ കിട്ടാവുന്ന ഏറ്റവും വലിയൊരു ക്വാളിഫിക്കേഷനാണ്. ഓക്കെ, ഏറ്റവും വലിയ ക്വാളിഫിക്കേഷനാണ് നെറ്റ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു വിജയിച്ചിരിക്കുന്ന ഈ ഒരു മൊമെൻറ്റിൽ ഷഹാന തിരിച്ചു നോക്കുമ്പം ഈ ഒരു സമയത്ത് ഓർക്കണമെന്ന് ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ഇതിൽ ഗ്രാറ്റിറ്റ്യൂഡ് ആഗ്രഹിക്കുന്ന ആളുകൾ ആരൊക്കെയാണ്? കുറച്ച് ആളുകൾ, മേ ബി യുവർ ടീച്ചേഴ്സ്, മേ ബി യുവർ ഫാമിലി, ഹോ. ഞാൻ ആഗ്രഹിച്ച എൻ്റെ പാരൻസ് തന്നെ മെയിനായിട്ട് പറയാം. കാരണം ഞാൻ അസിസ്റ്റന്റ് പ്രൊഫസർ ആവണമെന്ന് ആഗ്രഹിച്ചത് ഞാൻ 80 പഠിക്കുമ്പോഴാണ്. അപ്പോൾ അതിനെൻ്റെ കൂടെ നിന്നത് എൻ്റെ പാരൻസ് ആണ്. ഇപ്പം മാരേജ് നോക്കിയെങ്കിലും ആ സമയത്തും പഠിപ്പിക്കുന്ന ആളെ കൊണ്ടേ കല്യാണം കഴിപ്പിക്കുകയുള്ളൂ എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡ് എടുത്തത് പാരൻസ് ആണ്. അതിലൂടെ എൻ്റെ സിസ്റ്ററും ബ്രദറും ഉണ്ട്. എല്ലാവരും കൂടി നിന്നാണ് അങ്ങനെ. പാർട്ട്ണറും കല്യാണം കഴിഞ്ഞതിന് ശേഷവും എന്നെ പഠിപ്പിക്കണം എന്നുള്ള ആഗ്രഹത്തിലായിരുന്നു. ഫുൾ സപ്പോർട്ടും എനിക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെയാണ്. പിന്നെ ടീച്ചേഴ്സും എന്നെ എക്കണോമിക്സ്, ഞാൻ PGക്കാണ് എക്കണോമിക്സ് എടുക്കുന്നത്. അപ്പോൾ അവിടെ എന്നെ ആദ്യം പഠിപ്പിച്ച ടീച്ചേഴ്സ് തൊട്ട്, എക്കണോമിക്സ് ആ ഒരു സബ്ജക്ട് തന്നെ എനിക്ക് പറഞ്ഞു തന്ന ടീച്ചേഴ്സ് തൊട്ട് എല്ലാവരും. കോളേജ് ഏതായിരുന്നു പഠിച്ചത്? കോളേജ് നിറമൻറ്റ് കോളേജിലാണ്. അപ്പൊ ആദ്യത്തെ ക്ലാസ് തൊട്ട് എനിക്ക് ഓർമ്മ ഉണ്ട്. എക്കണോമിക്സ് ഒന്നും അറിയാതെയാണ് ഞാൻ ക്ലാസ്സിൽ പോയത്. അതിനൊരു ഇഷ്ടം തോന്നിച്ചതും ഒക്കെ ആ ടീച്ചേഴ്സ് ആണ് കോളേജ്. പിന്നെ ഈ ഇതിന് ഐഫറും വലിയ പങ്ക് വഹിച്ചു. അവസാനമായിട്ട് ഈ ഞാൻ കാറ്റഗറി സ്പെസിഫിക്കിനെ ചോദിക്കാം. ഇങ്ങനെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന, മൾട്ടിപ്പിൾ പ്രിപ്പറേഷനായിട്ടും എന്താ പറയുക, ക്വാളിഫൈ ചെയ്യാൻ സാധിക്കാത്ത, എസ്പെഷ്യലി ചെറിയ കുട്ടികളുള്ള അമ്മമാരോട് റിഗാർഡിങ് ദ പ്രിപ്പറേഷൻ, ഇത് വിജയിച്ച ഒരാൾ എന്നുള്ള നിലക്ക്, ഒരു അമ്മ എന്നുള്ള നിലക്ക് ഷഹാനക്ക് എന്താണ് പറയാൻ? വീണ്ടും തുടങ്ങുക, പഠിക്കുക. സത്യത്തിൽ നമുക്ക് കിട്ടിയില്ലെങ്കിൽ അത് നമ്മൾ പഠിക്കേണ്ട വിധത്തിൽ പഠിച്ചില്ല, അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യം കിട്ടിയില്ല എന്നതുകൊണ്ടാണ്. സാഹചര്യം ഒന്നും നോക്കാതെ വീണ്ടും പ്രയോറിറ്റൈസ് ചെയ്ത് പഠിച്ചു തുടങ്ങുക. കിട്ടും, ഉറപ്പായിട്ടും കിട്ടും. വലിയ കഷ്ടപ്പാടൊന്നും അല്ല, കിട്ടും. So that's it, Shahana. Once again, congratulations. Thank you, sir.